Good morning. Today we are going to discuss about discuss the remaining part of the export growth model. So we have discussed up to this slide. Okay. Now the remaining part I am going to discuss. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഈ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു നോക്കിയെന്ന് വെച്ചാൽ there is a property. There is a property of the model that if relative prices measured in a common currency do not change, that is PDT is equal to PFT is equal to 0, then export growth is determined solely by income growth outside the region or country, and equation 13 reduced to GT is equal to Y epsilon ZT. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ പ്രൈസസ് നമ്മൾ പറഞ്ഞ കോമൺ കറൻസിയിൽ ആണ് നമ്മൾ പ്രൈസ് മെഷർ ചെയ്യുന്നത്. അതിൽ ചേഞ്ച് ഇല്ലെങ്കിൽ അതായത് PDT ഈസിക്വൽ ടു PFT ഈസിക്വൽ ടു 0, അതായത് ഡൊമസ്റ്റിക് കറൻസിയുടെയും ഫോറിൻ കറൻസിയുടെയും റിലേറ്റീവ് പ്രൈസിൽ വ്യത്യാസമില്ല, അതിൽ എക്സ്പ്രസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രൈസിൽ വ്യത്യാസമില്ലെങ്കിൽ എക്സ്പോർട്ട് ഗ്രോത്തിനെ പൂർണ്ണമായിട്ട് തീരുമാനിക്കുന്നത് എന്തായിരിക്കും? എക്സ്പോർട്ട് ഗ്രോത്ത് വിൽ ബി സോൾലി ഡിറ്റർമിൻഡ് ബൈ ദ ഇൻകം ഗ്രോത്ത് ഔട്ട്സൈഡ് ദ റീജിയൻ. അപ്പോൾ എക്സ്പോർട്ട് ഗ്രോത്ത് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ റീജിയന് പുറത്തുള്ള എന്തായിരിക്കും? ഇൻകം ഗ്രോത്ത് റേറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 13 വിൽ ബി റെഡ്യൂസ്ഡ് ടു GT ഈസ് ഈക്വൽ ടു Y എപ്സിലോൺ ZT. അപ്പോൾ ഇക്വേഷൻ 13 ഏതിലേക്ക് വരും? GT ഈസ് ഈക്വൽ ടു Y എപ്സിലോൺ ZT എന്നുള്ള രീതിയിലേക്ക് പറയുന്നവരാണ് നമ്മളത് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയിരുന്നത്. സോ ഇഫ് ദ ബാലൻസ്ഡ് ട്രേഡ് ഈസ് എ റിക്വയർമെൻറ്റ് ഫോർ ദ മോഡൽ, അപ്പോൾ നമുക്കറിയാം ഇനി ബാലൻസ് ട്രേഡ് ഒരു ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇഫ് ദർ ഇസ് എ നീഡ് ഫോർ ബാലൻസ് ട്രേഡ് ഫോർ ദ സക്സസ്ഫുൾ ഓപ്പറേഷൻ ഓഫ് ദ മോഡൽ, ദ ഗ്രോത്ത് ഓഫ് എക്സ്പോർട്ട് ഷുഡ് ബി ഈക്വൽ ടു ഗ്രോത്ത് ഓഫ് ഇമ്പോർട്ട്സ്. അപ്പോൾ ബാലൻസ് ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഇമ്പോർട്ടും എക്സ്പോർട്ടും ഈക്വൽ ആവണം. അതായത് M ഈസ് ഈക്വൽ ടു X. ഗ്രോത്ത് ഓഫ് ഇമ്പോർട്ട് ഈസ് ഡിനോട്ട് ബൈ ദ ലെറ്റർ M and growth of export is denoted by the letter X. That is M is equal to X. M-ഉം X-ഉം ഈക്വൽ ആവണം. അതാണ് ബാലൻസ് ട്രേഡ് എന്ന് പറയുകയാണെങ്കിൽ we have GT pi is equal to epsilon ZT. അങ്ങനെയാണെങ്കിൽ നമുക്ക് GT pi എന്നുള്ളതും എപ്സിലോൺ ZT ഈസ് ഈക്വൽ ടു എപ്സിലോൺ ZT എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അപ്പോൾ ഇവിടെ പൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട്സ്. ഇമ്പോർട്ടഡ് കമ്മോഡിറ്റീസിനുള്ള ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡിനെയാണ് നമ്മൾ പൈ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു റിലേറ്റീവ് പ്രൈസ് ആർ ഫിക്സ്ഡ്. The growth elasticity with respect to exports must be equal to reciprocal of income elastic demand for imports in the balance trade model of Prebisch-Sears. അപ്പോൾ ഇതിൽ റിലേറ്റീവ് പ്രൈസ് ഫിക്സ്ഡ് ആണ് നമ്മൾ പറഞ്ഞു. ഗ്രോത്ത് ഇലാസ്റ്റിറ്റി വിത്ത് റെസ്പെക്ട് ടു എക്സ്പോർട്സിൻ്റെ ഗ്രോത്ത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് Y ആണ്. അത് എന്തിന് ഈക്വൽ ആവണം? മസ്റ്റ് ബി ഈക്വൽ ടു ദ ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട്സ് ഇൻ ദ ബാലൻസ് ട്രേഡ് മോഡൽസ് ഓഫ് Prebisch-Sears. അപ്പോൾ ഇതിൽ Prebisch-Searsഉം പറഞ്ഞ മോഡൽ പ്രകാരം എന്താണ്? ഗ്രോത്ത് ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്സ് അല്ലെങ്കിൽ Y എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട്സ്. അത് എന്ന് പറയുന്നത് ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡിന് ഈക്വൽ ആയിരിക്കണം. ഇമ്പോർട്ട്സിനുള്ള ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡിന് ഈക്വൽ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇഫ് വൺ കൺട്രീസ് ഗ്രോത്ത് റേറ്റ് ഈസ് G റിലേറ്റഡ് ടു ദ അതർ കൺട്രീസ് Z. ഒരു കൺട്രിയുടെ ഗ്രോത്ത് റേറ്റ് G ആണ്, നമ്മുടെ മറ്റു കൺട്രീസിൻ്റെ ഗ്രോത്ത് റേറ്റ് Z എന്നും പറയുകയാണെങ്കിൽ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റേഷ്യോ ഓഫ് ദ ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡ് ഫോർ ദ കൺട്രീസ് എക്സ്പോർട്സ് റിലേറ്റീവ് ടു ഇമ്പോർട്ട്സ്. അതായത് ആ കൺട്രിയുടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡ് റേഷ്യോയെ ആശ്രയിച്ചിരിക്കും ഒരു കൺട്രിയുടെ ഗ്രോത്ത് റേറ്റ്. ഓക്കെ, ദ ഗ്രോത്ത് റേറ്റ് ഓഫ് എ പർട്ടിക്കുലർ കൺട്രി ദാറ്റ് ഈസ് ഡിനോട്ട് ബൈ ദ ലെറ്റർ G with respect to or relative to the growth rate of other countries that is denoted by the letter Z depends on the income elastic demand for the country's exports relative to imports. അപ്പം ഒരു കൺട്രിയുടെ ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡും ഇമ്പോർട്ടിൻ്റെ ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഒരു 2 country മോഡലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഫ്രം ഇക്വേഷൻ 715 it will be reduced to GT divided by ZT. GT divided by ZT means the ratio of growth rate of the 2 countries. രണ്ട് കൺട്രീസിൻ്റെ ഗ്രോത്ത് റേറ്റിൻ്റെ റേഷ്യോ ആണ് GT ഡിവൈഡ് ബൈ ZT എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡ് ബൈ പൈ. എപ്സിലോൺ ഡിവൈഡ് ബൈ പൈ എന്ന് വെച്ചാൽ ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡ് ഫോർ കൺട്രീസ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. എക്സ്പോർട്സിൻ്റെയും ഇമ്പോർട്ട്സിൻ്റെയും ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡും തമ്മിലുള്ള റേഷ്യോയെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മോഡലിൽ പറയുന്നത്. അപ്പം കൺട്രി ലെവലിൽ നമ്മൾ ഒരു എംപറിക്കൽ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ദർ ഈസ് ഇനഫ് എവിഡൻസസ് ടു പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ ഇൻ കണക്ഷൻ വിത്ത് ദ കൺട്രി ലെവൽ.
അപ്പോൾ നമ്മൾ കൺട്രി ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ സോ മെനി എവിഡൻസസ് ടു സപ്പോർട്ട് ദിസ് ഗ്രോത്ത് റൂൾ. അപ്പോൾ ഈ ഗ്രോത്ത് റൂളിനെ സപ്പോർട്ട് ചെയ്യാൻ ധാരാളം എവിഡൻസ് നമുക്ക് കൺട്രി ലെവലിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഗ്രോത്ത് റൂളിനെ പല പേരിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അക്കോർഡിംഗ് ടു തേൾവാൾ in literature, economic literature, it is called as Thirlwall's law, as well as it is also called as Krugman's 45-degree rule. അപ്പോൾ ഇതിനെ പല രീതിയിൽ നമ്മൾ എക്കണോമിക് ലിറ്ററേച്ചറിൽ അറിയപ്പെടുന്നുണ്ട്. തേൾവാൾസ് ലോ എന്ന് അറിയപ്പെടുന്നുണ്ട്, ക്രൂഗ്മാൻസ് 45-degree റൂൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് മിക്കവാറും എല്ലാ കൺട്രീസിൻ്റെയും ഗ്രോത്ത് എക്സ്പീരിയൻസ് പോസ്റ്റ് വാർ പീരീഡിൽ മിക്കവാറും എല്ലാ കൺട്രീസിൻ്റെയും ഗ്രോത്ത് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പോൾ ക്രൂഗ്മാൻ നിങ്ങൾക്കറിയാം നോബൽ ലോറേറ്റ് ആയിരുന്നു. അദ്ദേഹം 1989 he showed that relative price changes have not been an efficient balance of payment adjust mechanism, and that countries' growth rates relative to others have been equiproportional to the ratio of the income elastic demand for imports and exports. അപ്പോൾ അദ്ദേഹവും പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതേ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നതാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് ഒരിക്കലും എന്താണ് റിലേറ്റീവ് പ്രൈസ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഫിഷ്യൻറ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. റിലേറ്റീവ് പ്രൈസിലുണ്ടാകുന്ന മാറ്റം, രണ്ട് രാജ്യങ്ങളുടെ റിലേറ്റീവ് പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തെ നമുക്ക് നല്ലൊരു ബാലൻസ് പേയ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസമായിട്ട് ഉപയോഗിക്കാൻ കഴിയുകയില്ല. അതേസമയം എന്താണ്, ഇറ്റ് ഈസ് the country's growth rates relative to others have been equiproportional to the ratio of income elasticities of demand for imports and exports. എപ്പോഴും ഒരു രാജ്യത്തിൻ്റെ എന്താണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ് വാസ് ഇക്വിപ്രൊപ്പോർഷണൽ ടു ദ റേഷ്യോ ഓഫ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ്. ആ രാജ്യത്തിലെ കമ്മോഡിറ്റീസിൻ്റെ എക്സ്പോർട്ടിൻ്റെയും ഇമ്പോർട്ടിൻ്റെയും ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡ് റേഷ്യോ ആശ്രയിച്ചിരിക്കും. ആ കമ്മോഡിറ്റീസിൻ്റെ ഇമ്പോർട്ടിൻ്റെയും എക്സ്പോർട്ടിൻ്റെയും റേഷ്യോയെ ആശ്രയിച്ചിരിക്കും ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വിപ്രൊപ്പോർഷണൽ ടു ദ റേഷ്യോ ഓഫ് ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട്സ് ആൻഡ് ഗ്രോത്ത് റേറ്റ്. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനകത്ത് പറഞ്ഞത്. GT/30 അല്ലെങ്കിൽ റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് ഓഫ് 2 countries ഈസ് ഈക്വൽ ടു ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. റേഷ്യോ ഓഫ് ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്. ഒരു രാജ്യത്തിൻ്റെ ഇൻകം എക്സ്പോർട്ടിൻ്റെ ഇമ്പോർട്ടിൻ്റെ നമ്മളുള്ള റേഷ്യോ അല്ലെങ്കിൽ അനുപാതത്തെ ആശ്രയിച്ചിരിക്കുന്നു, ഇൻകം ഇലാസ്റ്റിയുടെ അനുപാതത്തെ ആശ്രയിച്ചിരിക്കുന്നു ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് മറ്റൊരു രാജ്യത്തിൻ്റെ ഗ്രോത്ത് റേറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്നാണ് ഈ മോഡലിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനത് ജസ്റ്റ് അതും കൂടെ തീർക്കാൻ വേണ്ടിയാണ് നിർത്തിയിരുന്നത്. ഓക്കെ, ഒന്ന് കേൾക്കൂട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻഡിവിജ്വലായിട്ട് മെസ്സേജ് ചെയ്യാം.